സംഘപരിവാർ തിരക്കഥ എഴുതും, ആ തിരക്കഥ അനുസരിച്ച് സിനിമ തയ്യാറാക്കുക. ഇതാണ് ഇന്ന് ഇന്ത്യൻ മുഖ്യധാര സിനിമാ മേഖലയിലെ പലരും ചെയ്യുന്നത്. ഇവിടെയാണ് പായൽ കപാഡിയ എന്ന സിനിമാ പ്രവർത്തക വ്യത്യസ്തയാവുന്നത്. പായൽ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലേറ്റ് എന്ന സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പി പുരസ്കാരം നേടി. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ആധിപത്യകാലം, 1938 വെനീസ് ഫിലിം ഫെസ്റ്റിവൽ. ഫാസിസത്തിന്റെ പ്രചാരണ സിനിമകൾക്ക് പുരസ്കാരങ്ങൾ നേടിക്കൊടുക്കാനായി ഹിറ്റ്ലറും മുസോളിനിയും ഇടപെട്ടു. ഇതിൽ പുരോഗമനവാദികളായ ചലച്ചിത്ര പ്രവർത്തകർ പ്രതിഷേധിച്ചു. അവർ ഫ്രഞ്ച് നഗരമായ കാനിൽ ഒരു ചലച്ചിത്രമേള തുടങ്ങി. അതാണ് വിശ്വപ്രസിദ്ധമായ കാൻ ഫിലിം ഫെസ്റ്റിവൽ. ഇത്തവണ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുഴങ്ങിയത് ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ശക്തമായ പ്രതിഷേധമായിരുന്നു. ഇസ്രായേലിനെതിരെ പലസ്തീൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ കഷ്ണത്തിന്റെ ആകൃതിയിലുള്ള ഹാൻഡ്ബാഗുമായി ചലച്ചിത്രോത്സവ വേദിയിലെത്തി പ്രതിഷേധിച്ചത് മലയാളത്തിന്റെ അഭിമാനതാരം കനി കുസൃതി. ഇന്ത്യൻ സംവിധായക പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആൻഡ് ലേറ്റ് മേളയിലെ ഗ്രാൻഡ് പി പുരസ്കാരം നേടി. മുംബൈ നഗരത്തിലെ 2 മലയാളി നഴ്സുമാരുടെ ജീവിതമാണ് പ്രമേയം. കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് പ്രധാന താരങ്ങൾ. കാൻ ഫെസ്റ്റിവലിൽ ഇതിനു മുൻപ് ഗ്രാൻഡ് പ്രീ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് നീച്ച നഗർ എന്ന ചിത്രത്തിനാണ്. 40കളിലാണ്. അന്ന് പാന്തോർ പുരസ്കാരം അവിടെ ഏർപ്പെടുത്തിയിട്ടുമില്ല. പല ചിത്രങ്ങൾക്ക് ഒരു വർഷം തന്നെ ഗ്രാൻഡ് പ്രീ ലഭിക്കുമായിരുന്നു. അതിനെല്ലാം ശേഷം പിന്നീട് പതേർ പാഞ്ചാലിക്ക് പോലും ലോക സിനിമയിൽ ഇന്ത്യൻ സിനിമയെ തന്നെ ഉയർത്തിക്കാട്ടിയ സത്യജിത് റായിയുടെ പതേർ പാഞ്ചാലിക്ക് പോലും അവിടെ പാന്തോർ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് പ്രീ ലഭിച്ചിട്ടില്ല. ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റ് എന്ന അവാർഡ് ലഭിച്ചു. അതോടൊപ്പം മറ്റു മേളകളിലും അത് ധാരാളമായി സ്വീകരിക്കപ്പെട്ടു. വളരെ വലിയ സിനിമയാണ്, അത് സംശയമില്ല. അതിനെല്ലാം വളരെ വർഷങ്ങൾക്ക് ശേഷം വളരെ അപൂർവമായിട്ടാണ് മത്സര വിഭാഗത്തിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾ കാനിൽ ഉൾപ്പെടുത്തപ്പെടാറുള്ളത്. അപ്രകാരം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സിനിമ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് അഭിമാനിക്കാനുള്ളത് മലയാളികളായ അഭിനേതാക്കൾ കനി കുസൃതി, ദിവ്യപ്രഭ അതുപോലെ ഉള്ളവരും പിന്നെ ഛായ കദമും അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം അസീസ് നെടുമങ്ങാട് പോലുള്ള മറ്റ് അഭിനേതാക്കളും അതിലുണ്ട്. അവരെല്ലാം തന്നെ അഭിനയിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് സിനിമയുമാണിത്. ഇത് ഈ ബോളിവുഡ് മുഖ്യധാരയുടെയോ അല്ലെങ്കിൽ മലയാള മുഖ്യധാരയുടെയോ ഒരു പെട്ട ഒരു സിനിമയല്ല. സ്വതന്ത്ര സിനിമയുടെ ഒരു ജനാധിപത്യപരമായ പ്രകാശമാണ്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായ പോരാട്ടങ്ങൾ ഇന്ന് ഇന്ത്യൻ സിനിമയിലുമുണ്ട്. ആ പോരാട്ടങ്ങളുടെ പ്രതീകമാണ് പായൽ കപാഡിയ എന്ന സംവിധായക. പായൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായിരുന്നു. 2014 മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. മഹാഭാരതം സീരിയലിൽ യുധിഷ്ഠിരനായി അഭിനയിച്ച ഗജേന്ദ്ര ചൗഹാൻ എന്ന സംഘപരിവാറുകാരനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയമിച്ചു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. ആ സമരത്തിന്റെ മുൻനിരയിൽ പായൽ കപാഡിയ ഉണ്ടായിരുന്നു. 130 ദിവസം സമരം നീണ്ടു. പായലിനെതിരെ കേസെടുത്തു, സ്കോളർഷിപ്പ് നിഷേധിച്ചു. പക്ഷേ ഈ പോരാളിയെ തളർത്താനായില്ല. ലോകത്തെ ഏറ്റവും ഉന്നതമായ ഗ്രാൻഡ് പി പുരസ്കാരം ഉയർത്തിപ്പിടിച്ചാണ് മറുപടി നൽകിയത്. അപ്പോൾ ഒരാളുടെ ചലച്ചിത്രത്തിലുള്ള മാധ്യമത്തിലുള്ള അവരുടെ കഴിവ്, അവരുടെ ലോകവിവരം, അവരുടെ ജനാധിപത്യ ബോധം, ഇത് ഒന്നും തന്നെ പരിഗണിക്കാതെ കേവലം വളരെ ഫാസിസ്റ്റായ ഒരു നടപടിയിലൂടെയാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. അതിനുള്ള ഒരു പ്രതികാരമാണ് അവർ, അല്ലെങ്കിൽ ഒരു അതിനോടുള്ള ഒരു മറുപടി പോലെയാണ്. അവർ നേരത്തെയും കാനിൽ അവർക്ക് ഡോക്യുമെന്ററിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കും അവർക്ക് അവാർഡ് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗന്ദര്യ ഭാവനയുടെയും വക്താക്കൾക്ക് വലിയ സന്തോഷം നൽകും. ലോകത്ത് കാൻ തന്നെ അതിന്റെ ഒരു പ്രതീകമാണെന്നുള്ള നിലയ്ക്ക് ഇത് വളരെ ചരിത്ര പ്രാധാന്യം, ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിജയമാണ് പായൽ കപാഡിയയിലൂടെ ഉണ്ടായിരിക്കുന്നത്. സിനിമാ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുമ്പോൾ പായൽ കപാഡിയയെ പോലുള്ളവർ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ ആവേശവും ആശ്വാസവുമാണ്. വർഗീയത ആഴത്തിൽ വേരൂന്നിയാൽ അതിനെ അത്ര പെട്ടെന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ല. ഇതിന് ശക്തമായ ചെറുത്തുനിൽപ്പ് വേണം, ശക്തമായ പ്രതിരോധം വേണം, ശക്തമായ പ്രക്ഷോഭങ്ങൾ വേണം.
ഇത്തരത്തിലുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് ഇന്ന് രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നത് ശുഭസൂചനയാണ്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.